എൻ്റെ പേര് ജോർജ്. ഞാൻ ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. എൻ്റെ പേര് ഷേർലിയാണ്. ഞാൻ ജില്ലാശുപത്രിയിൽ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് 3 പിള്ളേരുണ്ട്. മോൻ്റെ കല്യാണം കഴിഞ്ഞു. മൂത്ത മോൻ്റെ പേര് ആൽവിന്, അവൻ്റെ വൈഫിൻ്റെ പേര് നിവ്യ. അവർ 2 ഡോക്ടേഴ്സാണ്, മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് അലീന, അവൾ ഹോമിയോ ഡോക്ടറാണ്, ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മോന് മെഡിസിന് 3rd ഇയർ പഠിക്കുകയാണ് പൂനെയിൽ. മനോരമേൻ്റെ പാർപ്പിടം പരിപാടി അപ്പോൾ അത് പോയി നോക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ തമാശയ്ക്കായിട്ട് പോയതാണ് കണ്ണൂർ ടൗണിൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെയെല്ലാം കാണുന്നുണ്ട്. ആശിഷ് മാമൂദ് സാറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാമൂദ് സാറിന് അന്ന് പരിചയമൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ക്ലാസ്സിൽ അവിടെ പോയി ക്ലാസ് കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി. അപ്പോൾ ആശിഷ് സാറിൻ്റെ ചുറ്റും ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി. അപ്പം ഞാനും കൂടി. അപ്പോൾ 2-3 ആൾക്കാരതെല്ലാം കഴിഞ്ഞവരത് ചോദിച്ചു. എനിക്കിങ്ങനെ ഒരു മടിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഈ കക്കാട് സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, സാറേ ഒരു 10 ലക്ഷം റുപ്യക്ക് ഒരു വീടാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ സാറ് പറഞ്ഞ് 10 ലക്ഷത്തിന് നമുക്ക് 5 ലക്ഷത്തിന് ചെയ്യാമല്ലോ. പാലക്കാട് ഒരു ഫാക്ടറി വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പരിപാടി വന്നു കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ ആയിട്ട് ഞാൻ വെറുതെ ഒരു തമാശയ്ക്കായിട്ട് എൻ്റെ അടുത്ത് അന്നേരം വീടെടുക്കാനുള്ള പ്ലാനില്ല. ഒരു തമാശയ്ക്കായിട്ട് ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ടാകും, നമുക്കൊരു ചെറിയ മട്ടത്തിൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്പറൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോന്നതാണ്. പിന്നെ ഒരു ദിവസം ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ശരി, ഞാൻ അതിനെല്ലാം മറുപടിയൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളുടെ പോയി. അങ്ങനെ ആണ് ഇതിൻ്റെ തുടക്കം. അതായത് ചുരുക്കം പറഞ്ഞാൽ വീടെടുക്കാനൊരു പ്ലാനില്ലാതെ നിൽക്കുമ്പോൾ ഒരു നിമിത്തം പോലെ ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയി, അവിടെ പോയി എല്ലാവരും കണ്ട് നമ്മുടെ റഹ്മത്ത് മാഡമാണ് പ്ലാനൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് പ്ലാനൊക്കെ വരച്ചു. അപ്പോൾ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തെന്ന് ഇപ്പോൾ 2400 സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ഉള്ളിൽ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മൊത്തത്തിൽ ഇതിൻ്റെ ചുറ്റളവും അങ്ങനെ ആയിരിക്കില്ല. അപ്പം അങ്ങനെയാണ് ഈ വീടെടുക്കാൻ ഉള്ള സാധ്യത വന്നത്. അപ്പോൾ ആശിഷ് സാറ് ഇതിൻ്റെ ഒരു സംസാരവും ആ സ്റ്റൈലും, പിന്നെ നമുക്ക് ചെറിയ തോതിൽ ചെയ്യാം, എങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് ചെയ്യാം എന്നൊക്കെയുള്ള അഭിപ്രായം. അങ്ങനെ ഓഫീസിൽ വന്നപ്പോൾ ഉള്ള ഡീലിങ്സും ഇതെല്ലാം കണ്ടപ്പോഴാണ് ഞാനിതിലേക്ക് തീരുമാനമെടുക്കുകയും ചോദിച്ചു, നമുക്കിത് ഇങ്ങനെ ഉയർത്തിയെടുക്കുമ്പോൾ മണ്ണിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇത് കല്ല് കെട്ടി എടുക്കുമ്പം ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിങ്ങനെ കോളം പില്ലറിൽ എടുത്തിട്ടുണ്ട്, കുട്ടി പില്ലറിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണല്ലോ എടുത്തത്. അപ്പോൾ മാമസാർ ഒരു ദിവസം ഇവിടെ വന്നു. മാമസാർ പറഞ്ഞ് നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ, നമുക്ക് സാറേ ഇത് എനിക്കൊരു പേടിയായിരുന്നു, വലിയ ബഡ്ജറ്റായി പോകുമെന്ന് വിചാരിച്ചു. ഈ പില്ലറിൽ ഇങ്ങനെ കോളം വർക്ക് നടത്തിയാൽ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പില്ലറിൽ എടുക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ എടുക്കുകയില്ല. കാരണം ഇത്രയും ഇങ്ങനെ ഈ ഏതാണ്ട് ചിലവൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെല്ലാം ഇങ്ങനെ പില്ലറിൽ എടുത്തു കഴിഞ്ഞാലും ഈ തറയെല്ലാം ചുറ്റും കെട്ടിയതിന് പണിക്കൂലിയും കല്ലെല്ലാം കൊണ്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ഏതാണ്ട് തുല്യം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുമ്പോൾ പില്ലറിലേ എടുക്കുള്ളൂ. അപ്പോൾ അതും എനിക്കൊരു സമാധാനമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനടി നല്ല 23 പില്ലറിൽ ബീം ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അതും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു ടീമിനോട് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞില്ല. പിന്നെ അവർ കിഴക്കോട്ടെന്നുള്ള ദർശനം എന്നുള്ള വടക്കോട്ടാണ് എളുപ്പമാണെന്ന് പറഞ്ഞു. അത് മാമസാറും പറഞ്ഞു വടക്കോട്ടും വേണം ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വടക്കോട്ടാണ്, മണ്ണിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മണ്ണ് കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പം മരിയ ഗ്രൂപ്പ് നമ്മുടെ രാജീവ് സാർ മണ്ണൊക്കെ നമ്മളെ പണിയാൻ പൈസേൻ്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മണ്ണൊന്നും അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മണ്ണും കിട്ടി. ഇതൊരു അനുകൂല സാഹചര്യമായിരുന്നു. എനിക്ക് ഈ വീട് പണി തുടങ്ങിയതിന് ശേഷം ഇതിനൊരു തടസ്സം വന്നില്ല, യാതൊരു അബദ്ധം വന്നില്ല. പിന്നെ ഇത് മെറ്റീരിയൽസ് കോസ്റ്റ് എല്ലാം അതേ ലെവൽ ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ യുദ്ധം വന്നപ്പോഴാണ് വർദ്ധിച്ചതെന്നുള്ളതാണ്. എല്ലാവരും അനുകൂല സാഹചര്യമായിരുന്നു. അപ്പം വളരെ സംതൃപ്തിയായിട്ട് പണി ചെയ്ത് തന്നു. എല്ലാം സന്തോഷമായിട്ട് ഭംഗിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ നന്നായിട്ട് വന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഇങ്ങനെ ലെവലിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. തുടക്കം അങ്ങനെ കുറഞ്ഞ ലെവലിലായിരുന്നു. ഏതായാലും പണി പൂർത്തിയാക്കി എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ മരിയയുടെ ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ എപ്പോഴും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും അവർ ചെയ്ത് തരുമോ, മാറ്റങ്ങളും എല്ലാം വരുത്തി. അങ്ങനെ നല്ലൊരു അപ്രോച്ചായിരുന്നു അവരുടെ അടുത്തുനിന്ന്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ഒരു സ്വപ്നഭവനം പണിയാൻ നമുക്ക് സാധിച്ചു. അത് നല്ല സന്തോഷത്തിലാണ്.